പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും ആ രക്ഷനും നാഥനായ യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താണ്, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരി, നമ്മുടെ അമ്മ, അപ്പൻ, അല്ലെങ്കിൽ അമ്മായിയപ്പൻ, അമ്മായിയമ്മ, അങ്ങനെയുള്ള വ്യക്തികൾ, അവരാണ് യേശു ക്രിസ്തുവിൻ്റെ നിങ്ങൾക്ക് അടുക്കുവാനുള്ള ഒരു തടസ്സമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. ആരെയാണ് നിങ്ങൾ സേവിക്കുക? നിങ്ങളുടെ അമ്മായിയപ്പനെയാണോ സേവിക്കുക, അതോ യേശുവിനെയാണോ സേവിക്കുക? ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഒരു പുരോഹിതനായിട്ട് ദൈവം കണക്കാക്കുകയുള്ളൂ. ഹാലലൂയ പറയുന്ന മനസ്സിലാകുന്ന ഒരു ഹാലലൂയ പറയും. നിങ്ങളുടെ ഇടർച്ചയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും കൊല്ലണമെന്നൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏതാണ് പ്രയോറിറ്റി, ഏതാണ് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്? യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധമാണോ അതോ മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണോ എന്നുള്ളത്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയണോ, ആരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്? നിങ്ങളെ കൊല്ലുവാൻ മാത്രമല്ല, കൊന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ ആ നരകത്തിലേക്ക് കളയുവാൻ ശക്തിയുള്ള ആ സർവശക്തനായ ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കേണ്ടത്, അല്ലാതെ മനുഷ്യനെ അല്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ അനുഗ്രഹത്തെക്കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം 6-7 വചനം പറയുന്നുണ്ട്. ഒരു അനുഗ്രഹം, ആ ദൈവത്തിൻ്റെ ഒരു പുരോഹിതനാകുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. വായിച്ചേ. നിന്റെ സഹോദരന്മാരായ ലേവ്യരെ ഇസ്രായേലിൽ നിന്നും ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു. സെപ്പറേഷൻ, വേർതിരിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന സാങ്ക്ടിഫിക്കേഷൻ. there is a sanctification taking place. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് കർത്താവിനുള്ള ഒരു ദാനമായിട്ടാണ്. he is giving you a gift that you can minister to God. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക ഒരു ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. വായിക്കുക. ബലിപീഠവും തിരശീലയ്ക്കും പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം. നിങ്ങൾ തന്നെ അത് ചെയ്യണം. പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്. മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മറ്റാരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ മരണമാണെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ അത്ര വിലപിടിപ്പുള്ളതാണ്. Are you with me? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ദാനമായി തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന് ശുശ്രൂഷ വേല ചെയ്യുവാൻ ആഗ്രഹമുള്ള ആരൊക്കെയുണ്ട്? കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറയണം. കാരണം ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അവൻ്റെ ഉടമ്പടിയൊക്കെ അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ ശുശ്രൂഷ വേല ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കും. പിന്നെ നമുക്കറിയാം, അതിനോട് ചേർന്ന് ഇപ്പം പുറപ്പാട് പുസ്തകം, പിന്നെ ലേവ്യരുടെ പുസ്തകം, പിന്നെ ദിനവൃത്താന്തം, അതെല്ലാം വായിച്ചാൽ ഈ പുരോഹിതന്മാരെ കുറിച്ചും അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അവരുടെ പല പല കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ വേഷം എന്തായിരിക്കണം, അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം, അങ്ങനെ എല്ലാം നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കണം അവരുടെ ഓരോ ശുശ്രൂഷകൾ. അത് നമുക്ക് സമയമില്ല വായിക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിയമം പറയുന്നുണ്ട് എങ്ങനെയാണ് ശുശ്രൂഷ വേലകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ അവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാവുന്ന വലിയൊരു സത്യം ഇതാണ്. അവിടെ കൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പുരോഹിതന്മാർ ചെയ്യുന്നതായിട്ട് കാണുന്നത്. പലതരത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ വേഷവും അവരുടെ ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളും, ഇപ്പോൾ ഇൻസെൻസ്, അതിന് ധൂപക്കുറ്റി, അല്ലെങ്കിൽ അവരുടെ വേഷം, അവരുടെ ഓരോ തരത്തിലുള്ള വേഷങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം, അല്ലെങ്കിൽ ദിനവൃത്താന്ത പുസ്തകം, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം, അങ്ങനത്തെ സംഖ്യാപുസ്തകം, അതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ പുരോഹിതന്മാർ ചെയ്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, അഹ്റോന് ആ പുരോഹിത, നേരത്തെ പറഞ്ഞല്ലോ, ലേവ്യർ ആ ഗോത്രത്തിന് എല്ലാവർക്കും ദേവാലയത്തിൽ കയറി ശുശ്രൂഷ ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു. മറ്റ് പലതരത്തിലുള്ള ആ ദേവാലയം ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് മറ്റുള്ളവർ ചെയ്തിരുന്നത്. ഉദാഹരണമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് എന്താണെന്ന്. ഹല്ലേലൂയ. പിന്നെ അവിടുത്തെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ദശാംശം കളക്ട് ചെയ്യുക, അത് എണ്ണുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും. ഹല്ലേലൂയ. പിന്നെ അവിടെ ദേവാലയത്തിലുള്ള ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഇത്, കലാകരമായ, അതായത് ബിൽഡിങ്സ് ഉണ്ടാക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ അത്, അല്ലെങ്കിൽ പിന്നെ സംരക്ഷിക്കുക,
ദേവാലയം സംരക്ഷിക്കുക, അങ്ങനെ പല പല ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുക. ഇതൊക്കെയാണ് ലേവ്യരുടെ ദൈവം കൊടുത്തിരുന്ന ഒരു അവരുടെ ശുശ്രൂഷയിലുള്ള വേലകൾ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു ശുശ്രൂഷ വേല ചെയ്യുന്ന ഒരു വ്യക്തി നോക്കുകയാണെങ്കിൽ മറ്റ് 12 അല്ലെ 11 ഗോത്രത്തിലെ ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടായിരുന്നു അല്ലേ. കാരണം മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പോകുവാനുള്ള അവകാശമില്ല. അപ്പോൾ ഈ പുരോഹിതന് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളായിരുന്നു. അതുകൊണ്ട് ആ പുരോഹിതൻ മറ്റു ജനത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അവർ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, യേശുക്രിസ്തു വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മാറ്റി. കാരണം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, അവളൊരു ശിശുവിനെ പ്രസവിക്കും, അവന് നീ ഒരു നാമം കൊടുക്കണം, ആ നാമം യേശു എന്നായിരിക്കണം, കാരണം അവൻ വളരെയേറെ ആൾക്കാരുടെ പാപം മോചിപ്പിക്കും. ഹി വിൽ സേവ് ദെം ഫ്രം ദിയർ സിൻസ്. അപ്പോൾ അവിടെ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഒരു വ്യത്യസ്തമായ കാര്യം നടക്കുകയാണ്. നേരത്തെ എന്തായിരുന്നു? എൻ്റെ പാപമോചനത്തിന് ഒരു ആടിനെ, ഒന്നും ചെയ്യാത്ത ഒരു ആടിനെ അല്ലെ കാളക്കുട്ടിയെ കൊന്നിട്ട് അതിൻ്റെ രക്തം ചിന്തിയാൽ മാത്രമേ എനിക്ക് പാപമോചനം ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, ലേവ്യരുടെ ദിവസം 11-ാമത്തെ അധ്യായം വായിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ പുരോഹിതൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? മനുഷ്യരുടെ, അയാളുടെ കൂടെ മറ്റുള്ളവരുടെയും പാപമോചനത്തിന് വേണ്ടി ചില ക്രിയകൾ ചെയ്യുക. അപ്പോൾ he was a representative giving or rather dishing out forgiveness of sins. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, അപ്പോൾ അവൻ വഴിയായിരുന്നു. ഇപ്പം ഞാൻ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആ പുരോഹിതൻ്റെ സഹായമില്ലാതെ എനിക്ക് പാപമോചനം കിട്ടുകയില്ല. കാരണം എനിക്ക് ഒരു ആടിനെയോ അല്ലെങ്കിൽ കാളക്കുട്ടിയോ എനിക്ക് അറക്കാൻ പറ്റുകയില്ല. ആ അറക്കുന്ന ശുശ്രൂഷ പുരോഹിതൻ്റെ ആയിരുന്നു. അപ്പോൾ എൻ്റെ പാപമോചനത്തിന് ഞാൻ പുരോഹിതനെ ആശ്രയിച്ചിരുന്നു. I was totally dependent on the priest so that I will get forgiveness of sins. പക്ഷേ യേശുക്രിസ്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് he came to save people from their sins. അപ്പോൾ ആ പാപമോചനത്തിൻ്റെ മെത്തേഡ് തന്നെ യേശുക്രിസ്തു വന്നപ്പോൾ മാറിപ്പോയി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, യേശുക്രിസ്തു വന്നപ്പോൾ പാപമോചനത്തിൻ്റെ മെത്തേഡിന് എന്ന രീതി അല്ലെങ്കിൽ വഴി പൂർണ്ണമായിട്ട് മാറിക്കളഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം പറയുന്നുണ്ട്, ഒരു പുരോഹിതൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുക. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നതിന് അവകാശം ആർക്കായിരുന്നു? പുരോഹിതന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യേശുക്രിസ്തു വന്നപ്പോൾ ആ മേഖലയിലും ഒരു വ്യത്യസ്തമായ ഒരു കാര്യം നടന്നു, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. കാരണം അവന് 23-ാമത്തെ വചനം പറയുന്നുണ്ട്, അവനൊരു നാമം കൊടുക്കണം, ഇമ്മാനുവൽ എന്ന് കൊടുക്കണം. ഇമ്മാനുവൽ എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോഡ് വിത്ത് അസ് എന്നാണ്, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഞാനൊരു പുരോഹിതനല്ലെങ്കിൽ പോലും എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാപമോചനത്തിലുള്ള വഴിയും ദൈവത്തോടൊരു ബന്ധമുണ്ടാക്കുന്ന വഴിയും യേശുക്രിസ്തു വന്നപ്പോൾ പൂർണ്ണമായിട്ട് മാറിപ്പോയി. മനസ്സിലാക്കുന്ന ഒരു ഹല്ലേലൂയ പറയാമോ? ഇത് പയ്യെ പറഞ്ഞു, ഇത് കുറച്ച് ആഴ്ചകൾ എടുക്കും ഇത് മുഴുവൻ മനസ്സിലാക്കി തീരുവാനായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു വന്നപ്പോൾ there was a qualitative change in the condition for forgiveness of sins. There was a qualitative change in the condition for fellowship with God. ദൈവത്തിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. അപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ആ യേശുക്രിസ്തു വന്നപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നിയമങ്ങൾ മാറി എന്ന് തന്നെ പറയാം. നിയമങ്ങൾ മാറി. ഇപ്പം നാളെ ഇവിടെ പത്രത്തിലെല്ലാം ഒരു നിയമം വരികയെന്ന് വെച്ചോ, ഇനി മുതൽ കാറുകളെല്ലാം നിങ്ങൾ വലത്തുവശത്തോട് ഓടിക്കണം. ഹലോ, ഇന്ന് നമ്മൾ ഇടത്തുവശത്തല്ല ഓടിക്കുന്നേ. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നാളെ ഒരു നിയമം വരികയാണ്, നിങ്ങൾ വലത്തുവശത്ത് ഓടിക്കണം. അങ്ങനെ ഒരു ടോട്ടൽ ചേഞ്ച് ആണ്. ടോട്ടൽ ചേഞ്ച് ഞാൻ റൂൾസ് എന്ന് പറയുകയില്ല, ടോട്ടൽ ചേഞ്ച് ഫോർ ദ കണ്ടീഷൻ ഫോർ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്, ടോട്ടൽ ചേഞ്ച് ഫോർ ദ കണ്ടീഷൻ ഫോർ കമ്മിങ് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. നേരത്തെ എനിക്ക് അത് ആലോചിക്കാൻ മേലാത്ത സാധനമാണ്. ഇന്നെനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആത്മധൈര്യത്തോടു കൂടി പോകാം. എല്ലാത്തിൻ്റെയും കാരണമാരാണ് യേശു ക്രിസ്തു. ആ കുരിശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. അപ്പം ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകാനുള്ളൊരു കഴിവ്, എബിലിറ്റി ടു ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, അത് ദൈവം യേശു ക്രിസ്തുവാണ് എനിക്ക് തന്നത്. There is a restoration from sin. പാപത്തിൽ നിന്നും, ആ പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും ഒക്കെ ഉള്ള ഒരു വീണ്ടെടുപ്പ് യേശു ക്രിസ്തു വഴിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പുതിയ കാര്യം, ഹീസ് ഡൺ എ ന്യൂ തിങ്.
ഒരു പുതിയ കാര്യം എന്ന് പറ. ഒരു പുതിയ കാര്യം യേശു ക്രിസ്തു വന്ന് ആ കുരിശിൽ മരിച്ചപ്പോൾ സംഭവിച്ചു. കാരണം നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ദേവാലയത്തിൽ മൂന്ന് സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ലേ. വൺ ഇസ് ദി ഔട്ടർ കോർട്ട്, അതെന്താ ഔട്ടർ കോർട്ട് എന്താ മലയാളത്തിൽ പറയുന്നത്? അങ്കണം. പിന്നെയുണ്ട് there was the holy place, that is the വിശുദ്ധ സ്ഥലം. then there was a holy of holies, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ പലതരത്തിലാണ് ജനങ്ങൾക്ക് സാധാരണ എവിടെയാണ് നിൽക്കാൻ പറ്റുക? അങ്കണത്ത്, ഔട്ടർ കോർട്ടിൽ മാത്രമേ നിൽക്കുവാൻ കഴിവുള്ളൂ. പിന്നെ പുരോഹിതന്മാർക്ക് എവിടെ നിൽക്കാൻ പറ്റുക? ആ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാം. പ്രധാന പുരോഹിതന് മാത്രം അതിവിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിക്കുവാൻ പറ്റും. പക്ഷേ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 38-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്. എങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, യേശു ക്രിസ്തു വന്നപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയി. അതുപോലെ ഹല്ലേലൂയ, അതുപോലെ there was a total change. എന്ത് സംഭവിച്ചു? അവിടെ പ്രധാന പുരോഹിതന് മാത്രം കയറാൻ പറ്റുന്ന ആ സ്ഥലത്ത് മനുഷ്യരെല്ലാവരും കയറാൻ വേണ്ടി ദൈവം എന്തൊരു പ്രവൃത്തി ചെയ്തു? മുകളിൽ നിന്ന് താഴോട്ട് ആ തിരശ്ശീല കീറിക്കളഞ്ഞു. Hallelujah. He tore the veil of the temple from top to bottom. Hallelujah. Top to bottom. It was a physical manifestation of the will of God. അവിടെ ഇന്ന് മുതൽ എൻ്റെ ജനത്തിന്, എൻ്റെ സ്വന്തം ഞാൻ ശ്രേഷ്ഠമായി കരുതുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ സന്നദ്ധിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവകാശം, ഒരു അധികാരം ഞാൻ ഇന്ന് കൊടുക്കുകയാണ്. കാരണം എന്താണ്? യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപം മോചിപ്പിച്ചു. എനിക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള ഒരു കഴിവ് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നു. അതുകൊണ്ട് ഇനി മുതൽ ഞാനൊരു പുരോഹിതനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി മുതൽ ഒരു പുരോഹിതൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്കും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇന്നു മുതൽ ഒരു പുരോഹിതനാണ്. ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ദിസ് ഇസ് എ ഗ്രേറ്റ് ട്രൂത്ത്. കാരണം എന്താണ്? ദൈവം യേശു ക്രിസ്തു ആ കുരിശിൽ മരിച്ചപ്പോൾ, നേരത്തെ കേട്ടല്ലോ പുറപ്പാട് പുസ്തകത്തിൽ, ദൈവം മനുഷ്യനെ ആ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ദൈവത്തിനുണ്ടായിരുന്ന പ്ലാൻ വാസ് റിസ്റ്റോർഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ ക്രോസ് അറ്റ് കാൽവറി. ആർ യു വിത്ത് മീ? ആ കുരിശിൽ ഈജിപ്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ ദൈവം മോചിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു? ദാറ്റ് യു ഷുഡ് ബി എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ്. ഒരു പുരോഹിത ഒരു വംശമാകണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എപ്പോഴാണ് പൂർത്തിയായത്? കുരിശിൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ അത് പൂർത്തീകരിച്ചു. കാരണം ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 3:8 പറയുന്നത്, പിശാചിൻ്റെ പ്രവൃത്തിയിലെ ഹല്ലേലൂയ അവൻ നശിപ്പിച്ചു. He destroyed the works of the devil at the cross at Calvary. അങ്ങനെ എനിക്കും നിങ്ങൾക്കും പിതാവിൻ്റെ മുമ്പിൽ പ്രവേശിക്കാനുള്ള ഒരു കഴിവ് യേശു ക്രിസ്തു വഴി നമ്മൾക്ക് ഓരോരുത്തർക്കും നേടിയിട്ടുണ്ട്. ആർക്കൊക്കെ സന്തോഷമുണ്ട് ഈ വാർത്ത കേൾക്കുക? ദിസ് ഇസ് എ ഗുഡ് ന്യൂസ്. അല്ലാതെ എനിക്കൊരു രോഗശാന്തി കിട്ടിയ നല്ല ഗുഡ് ന്യൂസ്, മരിച്ച ലാസർ എഴുന്നേറ്റെന്നുള്ള നല്ല ഗുഡ് ന്യൂസ്. അവൻ മരിച്ചു പിന്നെയും, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് യേശു ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്. അതാണ് ഗുഡ് ന്യൂസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു നല്ലതാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് ദ റിയൽ ഗുഡ് ന്യൂസ്, ദ ലാസ്റ്റിംഗ് ഗുഡ് ന്യൂസ്, ശാശ്വതമായ നല്ല സുവിശേഷം, യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം പറയുന്നല്ലോ, വി ബോത്ത് ബൈ വൺ സ്പിരിറ്റ് ഹാവ് ആക്സസ് ടു ദ ഫാദർ. നമുക്ക് ഓരോ ഇരു കൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ ഒരു കഴിവ് ദൈവം നമുക്ക് തരികയാണ്. ആ കഴിവ് തരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഫിഷ്യൻസി 2:19 പറയുന്നത് എന്താണ്? നിങ്ങൾ ഇനി മുതൽ പരദേശികളോ അന്യരോ അല്ല, നിങ്ങൾ വിശുദ്ധരുടെ കൂടെ പൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അങ്ങ് ഉയർത്തുകയാണ്. He is raising you up. ആദ്യം ഞാൻ ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും പിശാചിനെയും അടിമയായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ആ കുരിശിൽ മരിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനായി, മകളായി. ഹല്ലേലൂയ. ഒന്ന് പറ, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് പറ, മകളാണെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ കേൾക്കട്ടെ. അങ്ങനെ മാത്രമേ, യു മസ്റ്റ് കൺഫെസ്. നമ്മളെപ്പോഴും ഏറ്റു പറയണം, നമ്മൾ ആരാണെന്ന് ഏറ്റു പറയണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടുപേരേറ്റ് പറയാറില്ലേ? അല്ലേ? പലരും വീട്ടുപേരൊക്കെ ഏറ്റു പറയാറുണ്ട് അല്ലേ? ഒരു കൂട്ടത്തിൽ പറയും ഞാൻ ഇന്ന കുടുംബത്തിലെയാണെന്നൊക്കെ അല്ലേ? അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ വീട്ടുപേരാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും വ്യക്തിപരമായി ആ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടാകണമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ ലേവ്യരുടെ ഒരു പൗരോഹിത്യം, ദാറ്റ് ഈസ് എ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ്. എന്തിൻ്റെ സൃഷ്ടിയാണ്? ലേവ്യരുടെ പൗരോഹിത്യം എന്തിൻ്റെ സൃഷ്ടിയാണ്?
is a creation of the law. നിയമത്തിൻ്റെ സൃഷ്ടിയാണ് ലേവ്യരുടെ പൗരോഹിത്യം. കാരണം എന്താണ്? ദൈവത്തിൻ്റെ പ്ലാൻ എല്ലാവരും പുരോഹിതന്മാരാണെന്ന് വേണമായിരുന്നു. അത് നടപ്പാകാതെ ആയപ്പോൾ ദൈവം ചില നിയമങ്ങൾ കൊടുത്തു. നിയമങ്ങൾ എങ്ങനെയാണ്? ഇന്ന വ്യക്തികൾക്ക് മാത്രമേ പുരോഹിതനാകാൻ പറ്റുകയുള്ളൂ. ആ വ്യക്തികൾ ആ ഗോത്രത്തിൽ തന്നെ ഇന്നയാളുടെ മക്കൾക്ക് മാത്രമേ അവിടെ എനിക്ക് എൻ്റെ ദേവാലയത്തിൽ ഒന്ന് ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണശിക്ഷ. അങ്ങനെ നിയമങ്ങൾ വെക്കേണ്ട വന്നു. പിന്നെ നമ്മൾ നേരത്തെ കേട്ടു സംഖ്യാപുസ്തകത്തിലൊക്കെ അവരുടെ വേഷത്തെക്കുറിച്ച് നിയമം കൊടുത്തു, അവരെങ്ങനെയാണ് ആരാധിക്കേണ്ടത് നിയമം കൊടുത്തു. അപ്പോൾ ലേവ്യരുടെ പൗരോഹിത്യം ഒരു നിയമത്തിൻ്റെ സൃഷ്ടിയാണ്. ഇറ്റ്സ് എ ക്രിയേഷൻ ഓഫ് ദ ലോ. ആർ യു വിത്ത് മീ? പൗരോഹിത്യം, ലേവ്യരുടെ പൗരോഹിത്യം ഒരു നിയമത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, വേറൊരു പൗരോഹിത്യമുണ്ട്. അതാരുടെ പൗരോഹിത്യമാണ്? ദാറ്റ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് മെൽക്കിസെഡെക്ക്. മെൽക്കിസെഡെക്കിൻ്റെ ഒരു പൗരോഹിത്യമുണ്ട്. ആരൊക്കെ മെൽക്കിസെഡെക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഹല്ലേലൂയ. ആ മെൽക്കിസെഡെക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈസ് എ ഷാഡോ ഓഫ് God, Jesus. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തോട് നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ മെൽക്കിസെഡെക്കിനെ കുറിച്ച് കേൾക്കാം. ഒന്ന് വായിക്കാം ഫസ്റ്റ്. ജെനസിസ് 14:18-20. സലേം രാജാവായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിൻ്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. സോദോം രാജാവിന് അബ്രാമിനോടും മതി. അവിടെ നമ്മൾ മെൽക്കിസെഡെക്കിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തോട് മനസ്സിലാക്കുന്നുണ്ട്. അവൻ ജെറൂസലേമിലെ രാജാവായിരുന്നു. ഹി വാസ് ദ കിങ് ഓഫ് ശാലോം. ജെറൂസലേം തന്നെയാണ്. അപ്പോൾ അവിടെ അവൻ ആരെയാണ് അനുഗ്രഹിച്ചത്? അബ്രാമിനെ അവൻ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം. അവിടെ എബ്രാമിനെ അവൻ അനുഗ്രഹിച്ചപ്പോൾ അവൻ ആരെയാണ് അനുഗ്രഹിച്ചത്? എബ്രഹാമിൻ്റെ ലോയിൻസിലുണ്ടായിരുന്ന ആറോണെയും ആറോണിൻ്റെ മക്കളെയുമാണ് അവൻ അനുഗ്രഹിച്ചത്. അപ്പോൾ മനസ്സിലാക്കണം, മെൽക്കിസെഡെക്കിൻ്റെ വംശത്തിലുള്ള പൗരോഹിത്യം ലേവ്യരുടെ പൗരോഹിത്യത്തിനേക്കാൾ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ മെൽക്കിസെഡെക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മെൽക്കിസെഡെക്ക് എബ്രാമിനെ അനുഗ്രഹിക്കുന്നു. സാധാരണ ഒരു ശ്രേഷ്ഠമായ വ്യക്തിയല്ലേ ശ്രേഷ്ഠത കുറഞ്ഞ വ്യക്തിയെ അനുഗ്രഹിക്കുക, അല്ലേ? ഇപ്പോഴും അങ്ങനെയാണല്ലോ. ദ ഹയർ ഓൾവേസ് ബ്ലെസ്സസ് ദ ലോവർ. അപ്പോൾ എബ്രഹാമിന് ഒരു അനുഗ്രഹം തന്നത് മെൽക്കിസെഡെക്ക് ആണെങ്കിൽ എബ്രഹാമിൻ്റെ ലോയിൻസ് എന്ന മലയാളത്തിൽ പറയുന്നത്, എബ്രഹാമിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ലേവ്യർ, ലീവായി. അപ്പോൾ ലീവായെ അനുഗ്രഹിക്കുന്ന ഒരു മെൽക്കിസെഡെക്ക് ഉണ്ടെങ്കിൽ ലേവ്യരുടെ ആ ഗോത്രത്തിൽ നിന്ന് വരുന്ന പുരോഹിതന്മാരെക്കാൾ ഉന്നത സ്ഥാനത്തുള്ളതാണ് മെൽക്കിസെഡെക്കിൻ്റെ പൗരോഹിത്യം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മെൽക്കിസെഡെക്കിൻ്റെ പൗരോഹിത്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വേറൊരു കാര്യം. യേശു ക്രിസ്തു വന്നപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കി പല കാര്യങ്ങളും മാറിപ്പോയി, അല്ലേ? ചില കാര്യങ്ങൾ വളരെ സ്ഥിരീകരിച്ച കാര്യങ്ങൾ നിയമമനുസരിച്ചുണ്ടായിരുന്നതൊക്കെ വളരെയധികം മാറിപ്പോയി. നേരത്തെ നമ്മൾ കേട്ടു, ആരാധന രീതികൾ മാറി, ദൈവത്തിന് മുമ്പിൽ പ്രവേശിക്കേണ്ട ആ ക്വാളിഫിക്കേഷൻ മാറി, അല്ലെങ്കിൽ പാപമോചനത്തിലുള്ള വഴി എല്ലാം മാറി. അതുകൊണ്ടാണ് എബ്രായർക്കുള്ള ലേഖനം 9-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെ വായിച്ചാൽ അവിടെ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കൂ സിസ്റ്റർ. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. പുരോഹിതനായിട്ട് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അപ്പോൾ ജെറൂസലേം ദേവാലയം ആരാ പണിതത്? സോളമൻ രാജാവ്. മനുഷ്യ നിർമ്മിതമായ ഒരു കൂടാരമായിരുന്നത്. അവിടെ ശുശ്രൂഷിക്കുന്നതാണ് ലേവ്യരുടെ
പുരോഹിതന്മാർ. പക്ഷെ ഇവിടെ പറയുന്നത് മനുഷ്യനിർമ്മിതമല്ലാത്തതും മറ്റതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കൂടാരം. ബാക്കി. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിനു തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്നും എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിക്ക് മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ച് ആ മരണത്തിലൂടെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും നിത്യരക്ഷ നേടിയിരിക്കുന്നത്. ആ നിത്യരക്ഷ നേടിയവര് ശുശ്രൂഷ ചെയ്യുന്നത് ശാശ്വതമായ ഒരു കൂടാരത്തിലാണ്. അവര് മനുഷ്യനിർമ്മിതമായ ഒരു കൂടാരത്തിലല്ല ശുശ്രൂഷ ചെയ്യുന്നത്, അതിനുപരി ശാശ്വതമായ ഒരു കൂടാരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു വന്ന് മരിച്ച് സ്ഥാപിച്ച ആ പൗരോഹിത്യം നിഷേധിക്കുകയാണെങ്കിൽ, വചനത്തോടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ അല്ലേ, യേശു ക്രിസ്തു വന്നു, പുതിയ പൗരോഹിത്യം സ്ഥാപിച്ചു, മെൽക്കിസെദെക്കിൻ്റെ ക്രമപ്രകാരം പൗരോഹിത്യം സ്ഥാപിച്ചു. അങ്ങനെയെല്ലാം ഉള്ള ആ പുതിയ പൗരോഹിത്യം നിഷേധിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ നിഷേധിക്കുന്നത്? എന്താണ് പ്രിയപ്പെട്ടവരെ? എന്താണ് ആ വ്യക്തി നിഷേധിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണം തന്നെയാണ്. കാരണം ആ കുരിശ് മരണം വഴിയാണ് യേശു ക്രിസ്തു ആ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. കാരണം ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മൈ ബ്ലഡ്. ഈ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. ആ പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ പുതിയ പൗരോഹിത്യവും സ്ഥാപിച്ചു. പുതിയ പൗരോഹിത്യം ഞാൻ നിഷേധിക്കുകയാണ് എങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചിട്ട് ഞാൻ എന്തിനാണ് മുറുകെ പിടിക്കുന്നത്? നിയമത്തെയാണ് മുറുകെ പിടിക്കുന്നത്. ഞാൻ നിയമത്തെയാണ് മുറുകെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഐ ഹോപ്പ് നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കണം പ്രിയപ്പെട്ടെ. റിസീവ് ഇൻ യുവർ സ്പിരിറ്റ്. ഞാൻ ആരുടെ ഇടർച്ചയ്ക്ക് വേണ്ടി അല്ല പറയുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. യേശു ക്രിസ്തു മരിച്ചത് പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അത് വിശ്വസിക്കുന്ന ആരൊക്കെയുണ്ട്? ദൈവത്തിൻ്റെ വചനമാണത്. ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ് ഷെഡ് ഫോർ യു എന്നാണ് പറയുന്നത്. ആ പുതിയ ഉടമ്പടി രക്തത്താൽ മാത്രമാണ് സ്ഥാപിതമായത്. പുതിയ ഉടമ്പടിയിൽ നമുക്ക് ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ വായിച്ച് കേൾക്കാം. പുതിയ ഉടമ്പടിയുടെ ഒരു കാര്യം എന്തായിരുന്നു? ഒരു പുതിയ പൗരോഹിത്യം സ്ഥാപിച്ചു. പുതിയ പൗരോഹിത്യം ഞാൻ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നത് യേശുവിൻ്റെ രക്തം തന്നെയാണ്. ഞാൻ അത് നിഷേധിച്ചിട്ട് ഞാൻ എന്തിനാണ് മുറുകെ പിടിക്കുന്നത്? നിയമത്തെയാണ്. പ്രിയപ്പെട്ടവരെ, ഗലേഷ്യൻസ് 5:4 വായിച്ചേ. നിയമത്തെ മുറുകെ പിടിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന്. നിയമത്തെ മുറുകെ പിടിച്ച് പുതിയ പൗരോഹിത്യം യേശു ക്രിസ്തു സ്ഥാപിച്ച രക്തത്താൽ സ്ഥാപിച്ച, അതിന് വില കൊടുത്തത് രക്തമാണ്. ആ പൗരോഹിത്യം നിങ്ങൾ നിഷേധിച്ച് നിങ്ങൾ പഴയ ലേവ്യരുടെ പൗരോഹിത്യത്തെ മുറുകെ പിടിച്ച് അവരുടെ വേഷങ്ങളും അവരുടെ ആരാധന രീതികളും അതാണ് ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ എന്നാ പറയുന്നത് ഒരു കൽപ്പനയായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സല്ല, ദൈവത്തിൻ്റെ ആലോചനയാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് വായിച്ച് കേൾക്കണം. 5:4 നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കുന്നത് എങ്കിൽ നിയമം നമ്മൾക്ക് തന്ന അല്ലെ നിയമം കാണിച്ചു തരുന്ന അല്ലെ നിയമം അന്ന് ആവശ്യപ്പെട്ട ആ പൗരോഹിത്യത്തെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നതെങ്കിൽ എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ പറയാണ്, എനിക്ക് യേശുവിന്റെ പൗരോഹിത്യം വേണ്ട, എനിക്ക് അഹറോന്റെ പൗരോഹിത്യം മതി,
എന്ന് പറയുകയാണ്. വായിക്കുക. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുകയാണ്. കൃപ യേശു ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ. ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്. അടുത്ത വചനം അതിന്റെ കണ്ടിന്യൂഷൻ പറയാണ്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഇന്ന് നിങ്ങൾ ആ പുതിയ പൗരോഹിത്യം നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിഷേധിക്കുന്നത് ജീവനെയാണ്. നിങ്ങൾ നിഷേധിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചില്ലറ കാര്യം കൊണ്ടല്ല കളിക്കുന്നത്, നിങ്ങളുടെ നിത്യജീവനെയാണ് നിങ്ങൾ കളിക്കുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെന്താണ്, ഇന്ന ആൾക്കാരൊക്കെ എന്ത് പറയും, അല്ല ഇന്ന ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ ആ കൺസിഡറേഷനിൽ നിങ്ങൾ നിഷേധിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവിനെയാണ്. പക്ഷേ അൾട്ടിമേറ്റായിട്ട് അതിന് അതിൻ്റെ ഫ്രൂട്ട് എന്താണ്? നിങ്ങളുടെ നിത്യരക്ഷയാണ്, നിത്യജീവനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. യു ആർ മേക്കിംഗ് എ ചോയ്സ്. ഐ വോണ്ട് ടു ഇന്നയാളെ എനിക്ക് പ്രീതിപ്പെടുത്തണം. എൻ്റെ അമ്മായിയമ്മയായിരിക്കും, അല്ലെ എൻ്റെ അമ്മായി അപ്പനായിരിക്കും, അല്ലെ എൻ്റെ സഹോദരനായിരിക്കും, സഹോദരിയായിരിക്കും, അല്ലെ പലപ്പോഴും എൻ്റെ കൂട്ടുകാരായിരിക്കും. ഞാൻ പ്രീതിപ്പെടുത്തിയിട്ട് ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? എൻ്റെ നിത്യജീവൻ. ആ യേശുവുമായിട്ട് നിത്യത ചെലവഴിക്കാനുള്ള ഒരു കഴിവ്, ഒരു അവകാശം, ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരു അംഗമാകാനുള്ള ഒരു അവകാശം ഞാൻ നിഷേധിക്കുകയാണ്. എന്താ? താൽക്കാലികമായ ഒരു വ്യക്തിയുടെ അംഗീകാരത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിത്യജീവൻ ഇതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ളതാണ്. കാരണം അതിന് കൊടുത്ത വില യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഇറ്റ് ഈസ് പ്രൈസ്ലെസ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ നേടിയവനൊക്കെ ഈ സ്പെഷ്യൽ ട്രഷർ, ഒരു എൻ്റെ പ്രത്യേക നിധിയാണെന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക നിധി. കാരണം ആ നിധിക്കുള്ള വില, ഒരു പ്രത്യേക വിലയാണ് കൊടുത്തത്. അത് വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിൻ്റേത് പോലെയുള്ള ആ രക്തത്താലാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മളെ ഓരോരുത്തരെയും യേശു ക്രിസ്തു പിശാചിൻ്റെ പിടിയിൽ നിന്ന്. ആരൊക്കെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് ഇവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പിശാചിൻ്റെ പിടിയിലായിരുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നുണ പറയുകയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്, ആൻഡ് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് വീണുപോയതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എവരിവൺ ഹാസ് സിൻഡ് ആൻഡ് ഫാളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. പക്ഷേ ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചിന്തി എൻ്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള പരിഹാരമായിട്ട് രക്തം കൊടുത്തു. അങ്ങനെ ഞാൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ കീഴിൽ വരുമ്പോൾ, ആ യേശുവിൻ്റെ ആ കുരിശിൽ ചെയ്ത ആ പ്രവൃത്തി ഞാൻ അംഗീകരിക്കുമ്പോൾ എനിക്ക് പാപമോചനമുണ്ട്. പാപമോചനം വഴി ഞാൻ ദൈവത്തിൻ്റെ മകൾ ആകുകയാണ്. എന്തിനാണ് മകനും മകളും ആക്കുന്നത്? ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിന് ഒരു പുരോഹിതനാകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.